ഇപ്പോ റാൻഡം ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് USG എടുക്കുന്ന വയറിന്റെ സ്കാൻ എടുക്കുന്ന ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ഒരു പ്രത്യേക ഇംപ്രഷനാണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ എന്നുള്ള ഭാഗത്ത് ഫാറ്റി എന്നുള്ളത് അല്ലേ. ഈ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൽ അല്ലെങ്കിൽ കരളില് സാധാരണയിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊഴുപ്പ് കാണപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കരളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റി സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറേജ് ഓർഗൻ കൂടിയാണ് അല്ലേ. അപ്പോൾ ഒരു സാധാരണ ലിവറിൽ കാണുന്നതിനെ കഴിഞ്ഞും 5% അല്ലെങ്കിൽ 10% ഒക്കെ ആകുമ്പോഴാണ് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇത് പലപ്പോഴും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു പതിവാണ് കാണുന്നത്. എന്നാൽ ഇത് ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വളരെ വർഷങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അത് ലിവർ സിറോസിസിലേക്കോ ലിവർ ഫെയിലിയറിലേക്കോ ക്യാൻസർ കണ്ടീഷനിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഫാറ്റി ലിവർ പലപ്പോഴും 4 ഗ്രേഡുകളായിട്ടാണ് കാണുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നൊക്കെയുള്ള ഇതിലാണ് കാണുന്നത്, ഗ്രേഡുകളിലാണ് കാണുന്നത്. ഒരു 5% അല്ലെങ്കിൽ 10%, 5% വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് 1 എന്ന് വിളിക്കാം. 5%ത്തിൽ കൂടി ഒരു 8% വരെ ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഗ്രേഡ് 2 എന്ന് വിളിക്കാം. 12% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 15%ത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് 3 ആണ്. ഈ 12% അല്ലെങ്കിൽ 15%ത്തിലേക്ക് മുകളിലേക്ക് ഫാറ്റ് ഡിപ്പോസിഷൻ പോകുമ്പോഴാണത് ഗ്രേഡ് 4 കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ഗ്രേഡുകൾ നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ 4th ഗ്രേഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മൂലം ഉണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ആ ഒരു വയറ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ അബ്ഡമന്റെ ചുറ്റിനും കാണുന്ന ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ കുടവയർ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഒബേസിറ്റി ഒരു ലക്ഷണമാണ്. മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ കുടവയർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് സംശയിക്കാം. അതുകൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകാതെ വരുന്ന കാരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ ഒരു അലസത, ഒരു കാര്യവും ചെയ്യാനായിട്ട് തോന്നാത്ത ഒരു മടി, അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാം. വയറിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ആ ഒരു കരളിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വേദന ചിലപ്പോൾ കണ്ടുവന്ന് വരാം. കണ്ണിന്റെ വെള്ളയില് അതുപോലെ നഖത്തില് സ്കിന്നിലൊക്കെ ചിലപ്പോൾ ഒരു യെല്ലോവിഷ് ഡിസ്കളറേഷൻ കണ്ടുവന്ന് വരാം. ഇത് പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്നത് ഒരു USG വഴിയാണ്, ഒരു അബ്ഡോമിനൽ സ്കാൻ വഴിയാണ്. അതുകൂടാതെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, മെയിനായിട്ട് SGOT, SGPT പോലെയുള്ള എൻസൈമുകളുടെ ഒരു വാല്യൂ കണക്കിലാക്കി നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. SGOT, SGPT എന്ന് പറയുന്നത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളാണ്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SGOTയുടെ നോർമൽ വാല്യൂ 8 തൊട്ട് 56 വരെയാണ്. SGPT എന്ന് പറയുന്നത് 7 തൊട്ട് 46 വരെയൊക്കെ അല്ലെങ്കിൽ 40 വരെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് SGPTയുടെ അളവ് ബ്ലഡിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ SGOT SGPT റേഷ്യോ 2ലും കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ സംശയിക്കാവുന്നതാണ്. ഒരു സ്കാനിങ്ങിൽ നമ്മുടെ ലിവർ ഫാറ്റി ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം എന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഗ്രേഡ് എത്രയാണെന്നുള്ളത് നോക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഗ്രേഡ് 1, 2, 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കണ്ടീഷൻസ് ആണ്. അതിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക, നമ്മുടെ വെയിറ്റ് ഒരു 10% കുറയ്ക്കുന്നത് വഴി തന്നെ. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 80 കിലോഗ്രാം ഉള്ള ഒരാള് 8 കിലോഗ്രാം കുറച്ച് ഒരു 72ലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ലിവറിൽ അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റി ലിവറിൽ നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഡയറ്റ് നോക്കരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഭക്ഷണത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് നോക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും
പഴങ്ങള്, പച്ചക്കറികള് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അധികം മധുരം ഇല്ലാത്ത മാംഗോ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി പപ്പായ, പേരയ്ക്ക, പൈനാപ്പിള് പോലെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള വൈറ്റമിൻ സി കണ്ടന്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാർബ് കുറയ്ക്കുക. അപ്പം നമ്മൾക്ക് മലയാളികൾക്ക് ചോറ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് കാർബ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇലക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കഴിവതും തവിട് കളഞ്ഞ ധാന്യങ്ങൾ ഉപയോഗിക്കുക. തവിട് കളയാത്ത ധാന്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തവിട് കളയാത്ത അരി, തവിട് കളയാത്ത ഗോതമ്പ്, ഓട്സ് ഇതെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മില്ലറ്റ്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നേരം മില്ലറ്റ്സ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് റെഡ് മീറ്റുകളാണ്. അതായത് അറിയാം, പോർക്ക്, ബീഫ് ഇതൊക്കെയാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഒഴിവാക്കി പകരം ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓർഗൻ മീറ്റ് കഴിക്കുന്നത്, പോട്ടി അല്ലെങ്കിൽ തലച്ചോറ് പോലെയുള്ള ഓർഗൻസ് കഴിക്കുന്നത്, ലിവർ കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അമിത ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഞ്ചസാര ഇതെല്ലാം കഴിവതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജ്യൂസസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കുക. പകരം നാരങ്ങ വെള്ളം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പപ്പായ ജ്യൂസ് പോലെയുള്ളതൊക്കെ മധുരം ചേർക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കരിക്ക് വെള്ളമൊക്കെ അതിന് പകരം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റെഗുലറൈസ്ഡ് എക്സസൈസ് ആണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റെങ്കിലും കുറയാത്ത രീതിയിൽ ശരീരം നല്ല രീതിയിൽ വേർക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ജോഗിങ്, സൈക്ലിങ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ സ്മോക്കിങ് പോലെയുള്ള ദുശ്ശീലങ്ങൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ്, ആൻസൈറ്റി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് പോലെയുള്ള എന്തെങ്കിലും ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്കും കൂടി ഉറപ്പാക്കാൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും നിങ്ങളുടെ പ്രശ്നം മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.